പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിന് കുരുക്ക്. വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. സതീശനെതിരെ FCRA നിയമത്തിന്റെ ലംഘനമടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ. അതേസമയം രാഷ്ട്രീയപരമായി നേരിടുമെന്ന് വി.ഡി. സതീശൻ മറുപടി നൽകി. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാനെന്ന പേരിൽ സ്വന്തം പദ്ധതി പ്രഖ്യാപിക്കുക, അനുമതിയില്ലാതെ വിദേശ പര്യടനം നടത്തി പണം സ്വരൂപിക്കുക, പദ്ധതിയുടെ പേരിൽ വീട് നിർമ്മിക്കാതെ സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്ത് നിർമ്മിച്ച വീടുകൾക്ക് മുന്നിൽ പദ്ധതിയുടെ ബോർഡ് വയ്ക്കുക തുടങ്ങിയവയാണ് സതീശനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷിച്ചു. തുടർന്നാണ് സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചു, ഈ തുക കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിൽ സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം കേസിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് വി.ഡി. സതീശൻ വീണ്ടും ആവർത്തിച്ചു. സതീശൻ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചത്. UK-യിൽ നിന്നും 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK-യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രങ്ങൾ വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് വി.ഡി. സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോയും തെളിവായി വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.